ഹലോ, പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 3 ആണ്. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. ഇത് ജോഗ്രഫി ചാപ്റ്ററാണ്. അപ്പം നോക്കാം. തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് 2 കുട്ടികളുടെ ഫോൺ സംഭാഷണമാണ്. അതിലൊരു കുട്ടി ഓസ്ട്രേലിയക്കാരിയാണ്, ഒരാൾ ഇന്ത്യയിലാണ്. അപ്പം അവർ ന്യൂ ഇയർ ആഘോഷത്തെ പറ്റി സംസാരിക്കുകയാണ്. ഓസ്ട്രേലിയ ഓൾറെഡി ന്യൂ ഇയർ ആയി. ഇന്ത്യയിൽ ന്യൂ ഇയർ ആവാൻ ഇനി എത്ര മണിക്കൂറുണ്ട്? 5.5 മണിക്കൂറുകൂടി വേണമെന്ന് ഇന്ത്യയിലുള്ള കുട്ടി പറയുകയാണ്. അതുപോലെ അവർ കാലാവസ്ഥയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പം നല്ല തണുപ്പ് കാലാവസ്ഥയാണെന്നും വൈകുന്നേരം നേരത്തെ ഇരുട്ട് വീഴുമെന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. എന്നാൽ ഓസ്ട്രേലിയയിലെ കാലാവസ്ഥ അവിടെ ഇപ്പോൾ വേനൽക്കാലമാണെന്നും രാത്രി 8 മണി വരെ അവിടെ സൂര്യപ്രകാശം ഉണ്ടാവുമെന്നൊക്കെ ഓസ്ട്രേലിയയിലെ കുട്ടി പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിലെയും അതുപോലെ ഇന്ത്യയിലുമുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന സമയ വ്യത്യാസവും അവിടെയുള്ള ഋതുക്കളിലുള്ള മാറ്റങ്ങളുമാണ് സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ഭ്രമണം അഥവാ റൊട്ടേഷൻ. ഭ്രമണത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ചിത്രത്തിൽ നിന്ന് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് തിരിച്ചറിഞ്ഞത്. ചിത്രം 3.3 ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഭൂമി എങ്ങനെയാണ് ഭ്രമണം നടത്തുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഭൂമി എങ്ങനെയാണ് ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ഭ്രമണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ് ഭ്രമണത്തിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. കോറിയോലിസ് പ്രഭാവവും ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ശുക്രനും യുറാനസും. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശുക്രന്റെയും യുറാനസിന്റെയും ഭ്രമണദിശ എന്ന് പറഞ്ഞാൽ എതിർദിശയിൽ അഥവാ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അതായത് സൗരയൂഥത്തിൽ വ്യത്യാസമായിട്ട് ഭ്രമണം ചെയ്യുന്ന 2 ഗ്രഹങ്ങളെ ഉള്ളൂ, ശുക്രനും യുറാനസും. ശുക്രനും യുറാനസും ഏത് ദിശയിലാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് കറങ്ങുന്നത്. ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും എങ്ങനെയാണ് കറങ്ങുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ വ്യത്യാസമുള്ള ഏതൊക്കെ 2 ഗ്രഹങ്ങളാണ്? ശുക്രനും യുറാനസും. അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തതാണ് ദിനരാത്രങ്ങൾ. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. കറക്റ്റ് 24 മണിക്കൂറല്ല, 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. എന്താണ് പറയുന്നത്? ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭ്രമണം ചെയ്യുന്ന സമയത്ത് സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭൂമിയുടെ ഭാഗം ഉണ്ടല്ലോ, അവിടെ പകൽ അനുഭവപ്പെടും. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എന്തായിരിക്കും? അതിന്റെ മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. ഇത് പുതിയ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് എന്തായാലും ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സ്റ്റേറ്റ്മെന്റിൽ വരാൻ സാധ്യതയുള്ളതാണ് വൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. എന്താണ്? അതായത് പകലിനെയും രാത്രിയെയും തമ്മിൽ വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. എവിടുത്തെ പകല? ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. പിന്നീടുള്ള പറഞ്ഞിട്ടിരിക്കുന്ന പോയിന്റാണ് ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ല. ചിത്രം 3.4 കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടും അതുപോലെ തന്നെ ഈ പ്രകാശവൃത്തവും എന്താണ്? സമാന്തരമല്ല. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ സമാന്തരമാണ് എന്ന് ചോദിക്കും. ശരിക്കും എന്താണ്? സമാന്തരമല്ല. അതും ഓർത്തു വെച്ചിരിക്കണം. ഇനി അടുത്തത് ഭ്രമണമില്ലെങ്കിൽ ഭൂമിയിലെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചു നോക്കും. അടുത്തതാണ് കോറിയോലിസ് പ്രഭാവം. ഭ്രമണം മൂലം ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലത്തെ കോറിയോലിസ് ബലം എന്നും ഈ ദിശാവ്യതിയാനത്തെ കോറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഭൂമിയുടെ ഭ്രമണം മൂലം ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിന് കാരണമായ ബലമാണ് കോറിയോലിസ് ബലം. ആ ബലത്തിന് എന്താണ് പറയുന്നത്? കോറിയോലിസ് ബലം എന്നും ഈ ദിശാവ്യതിയാനത്തെ എന്ത് വിളിക്കുന്നു? കോറിയോലിസ് പ്രഭാവം എന്നും വിളിക്കുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് ആര് കണ്ടെത്തി? അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഫെറൽ നിയമത്തിൽ എന്താണ് പറയുന്നത്? കോറിയോലിസ് എഫക്റ്റ് കൊണ്ട് സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ
ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങോട്ടാണ്? വലതുവശത്തേക്ക്. ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എങ്ങോട്ടാണ്? ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് ആരാണ് കണ്ടെത്തിയത്? അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. അതുകൊണ്ട് ഈ നിയമത്തെ എന്ത് വിളിക്കുന്നു? ഫെറൽ നിയമം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫെറൽ നിയമം ഓർത്തിരിക്കുക, കോറിയോളിസ് പ്രഭാവം ഓർത്തിരിക്കുക. അടുത്താണ് പരിക്രമണം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം. എന്താണ് പരിക്രമണം? നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നു? പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഈ പ്രദക്ഷിണം വയ്ക്കുന്നതാണ് എന്ത്? പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 365 ദിവസങ്ങളാണ്. പ്രായോഗിക സൗകര്യത്തിനായിട്ട് ഇത് 365 ദിവസത്തെ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു. അപ്പം ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 365 ദിവസം എടുക്കും. നമ്മൾ റൗണ്ട് ചെയ്ത് 365 ദിവസമായിട്ട് എടുക്കുന്നു. ഓരോ വർഷവും അധികമായിട്ട് വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് എന്തായി? ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായിട്ട് കണക്കാക്കുന്നു. അപ്പം ഒരു വർഷത്തിൽ 365 ഉണ്ട്, ദിവസങ്ങളുണ്ട്. അങ്ങനെ 4 വർഷം ആകുമ്പോഴത്തേന് 4 കാലുകൾ കൂടി ചേർന്ന് അത് ഒരു ദിവസമായിട്ട് കണക്കാക്കും. അങ്ങനെ 365 എന്നുള്ളത് 4 വർഷം കഴിയുമ്പോൾ 369 ആയിട്ട് എടുക്കുന്നു. ആ 369 എവിടെയാണ് വരുന്നത്? ഫെബ്രുവരിയിൽ അത് 29 ദിവസമായിട്ട് കണക്കാക്കിയാണ്. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. അടുത്തതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൂര്യ സമീപകം, സൂര്യോച്ചം. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. പെരിഹീലിനും അപ്ഹീലിനും ഉറപ്പായിട്ട് നോക്കി വെച്ചിരിക്കുന്ന പോർഷനാണ്. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിൽ ആയതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ വ്യത്യാസം വരുന്നു. അതായത് സഞ്ചാരപഥം എന്ന് പറയുന്നത് ഒരു ദീർഘവൃത്താകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ സൗരസമീപകം എന്ന് പറയുന്നു. എന്താണ് പറഞ്ഞത്? ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനും ഏറ്റവും അടുത്ത് വരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൗരസമീപകം. അത് എത്രയാണ്? ഏറ്റവും അടുത്ത് വരുന്ന കിലോമീറ്റർ എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇതിനെ എന്ത് വിളിക്കുന്നു? സൂര്യസമീപകം അഥവാ പെരിഹീലിയൻ. ഓർത്ത് വെച്ചിരിക്കുക, മറക്കരുത്. സൂര്യസമീപകം, പെരിഹീലിയൻ. ചിലപ്പോൾ സൂര്യസമീപകം നല്ല ചോദിക്കുക, പെരിഹീലിയൻ എന്നായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയും സൂര്യനും പരിക്രമണ സമയത്ത് ഏറ്റവും അടുത്ത് വരുന്ന ദൂരമാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അത് എത്ര കിലോമീറ്റർ ആണ്? 147 ദശലക്ഷം കിലോമീറ്റർ. ഇനി ഇത് എന്നാണ് നടക്കുന്നത്? ജനുവരി മാസത്തിൽ. പൊതുവെ ജനുവരി 3 പെരിഹീലിയൻ. അപ്പോൾ സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ചോദിച്ചാൽ ജനുവരി 3. അതിനെ എന്താണ് വിളിക്കുന്നത്? പെരിഹീലിയൻ. എത്ര കിലോമീറ്റർ ആണ്? 147 ദശലക്ഷം കിലോമീറ്റർ. എന്താണ് പെരിഹീലിയൻ? എന്നാണ്? ജനുവരി 3. കൂടുതലും ഡേറ്റ് ആണ് ചോദിക്കുന്നത്. ജനുവരി 3 പെരിഹീലിയൻ. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത്, അവർ തമ്മിൽ ഏറ്റവും അകലത്തിലായിരിക്കുന്നതാണ് സൂര്യോച്ചം എന്ന് വിളിക്കുന്നത്. എന്താണ്? സൂര്യോച്ചം. സൂര്യോച്ചം എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും ഏറ്റവും അകലത്തിലിരിക്കുന്നതാണ് സൂര്യോച്ചം എന്ന് പറയുന്നത്. സൂര്യോച്ചം ഏത് മാസത്തിലാണ്? ജൂലൈ 4 സൂര്യോച്ചം. സൂര്യോച്ചം എന്താണ്? ജൂലൈ 4. അപ്പോൾ 2 ഡേറ്റ് ഓർത്തിരിക്കുക, ജനുവരി 3 ജൂലൈ 4. ജനുവരി 3 എന്താണ്? പെരിഹീലിയൻ അഥവാ സൂര്യ സമീപകം. സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ജനുവരി 3 അഥവാ പെരിഹീലിയൻ. ഓക്കെ. ഇനി ഭൂമിയും സൂര്യനും ഏറ്റവും ദൂരെ നിൽക്കുന്ന, അകലെയാവുന്ന ദിവസമാണ് ഏതെന്ന് പറയുന്നത്? അപ്ഹീലിയൻ അഥവാ സൂര്യോച്ചം. സൂര്യോച്ചം അഥവാ അപ്ഹീലിയൻ. അതേ ദിവസമാണ് ജൂലൈ 4. അപ്പോൾ ജനുവരി 3 ജൂലൈ 4 ഏതൊക്കെയാണെന്ന് ഓർത്തു വെച്ചിരിക്കാം. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. എന്താണ് പറഞ്ഞത്? ഭൂമിയും സൂര്യനും ഇങ്ങനെ അകല വ്യത്യാസം ഉണ്ടല്ലോ, ഇത് എന്തിനെയൊക്കെ ബാധിക്കുന്നുണ്ട്? ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുത്തുന്നതിനും കാരണമാകുന്നുണ്ട്. അടുത്തൊരു പോയിന്റാണ് പുരസരണം അഥവാ പ്രിസിഷൻ. പുരസരണം എന്താണ്? പുരസരണം ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിന്റെ ഭ്രമണമായ പുരസരണം. അപ്പോൾ പുരസരണം എന്ന് പറയുന്നത് എന്താണ്? അച്ചുതണ്ടിന്റെ ഭ്രമണമാണ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പോയിന്റാണ്. പുരസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചുതണ്ടിന്റെ ഭ്രമണമാണ്. ഭൂമി തന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നുണ്ട്.
ഏകദേശം 26,000 വർഷം എടുത്തിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം തീർക്കാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കുന്നുണ്ട്? ഏകദേശം 26,000 വർഷം വരെ എടുക്കുന്നുണ്ട്. ഈ അച്ചുതണ്ടിൻ്റെ ഭ്രമണമാണ് എന്തെന്ന് പറയുന്നത്? പുരസരണം എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഭ്രമണമാണ് പുരസരണം. അത്രയും ഓർത്തു വച്ചിരിക്കുക. അടുത്തതാണ് അയനം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. സൂര്യന്റെ അയനമാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലൂടെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലെയും ദക്ഷിണ ദിശയിലെയും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് കാണാം. എന്താണ് പറയുന്നത്? ഭൂമിയുടെ അച്ചുതണ്ടിന് 23.5 ഡിഗ്രി ചരിവുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ആ 23.5 ഡിഗ്രി ചരിവുണ്ടായതുകൊണ്ട് തന്നെ പരിക്രമണ വേളയിലൂടെ അത്രയും 23 ഡിഗ്രി നിലനിർത്തുന്നത് കൊണ്ട് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തര ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സൂര്യന്റെ സ്ഥാനം മുകളിലും താഴോട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂര്യന്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റമാണ് അയനം എന്ന് പറയുന്നത്. ഇതിന് അനുസൃതമായിട്ട് ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിലും വ്യത്യാസം അനുഭവപ്പെടുന്നു. സൂര്യന്റെ അയനം സ്ഥാനം ഉത്തരായന രേഖയിലും ദക്ഷിണായന രേഖയിലും മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിനും വ്യത്യാസം വരുന്നുണ്ട്. അതൊക്കെ താപ്പോട്ട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ സൂര്യന്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിൽ എത്തുന്ന ചില പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂര്യൻ ഏതൊക്കെ അക്ഷാംശങ്ങളിലാണ് സൂര്യന്റെ സ്ഥാനം നേർമുകളിൽ എത്തുന്നത്, ഭൂമിയിലെ ഏതൊക്കെ അക്ഷാംശങ്ങളിലാണ് സൂര്യന്റെ സ്ഥാനം നേർമുകളിൽ എത്തുന്നതെന്നാണ്. അതിലൊന്നാമത്തെയാണ് വിഷുവം, ഇക്വിനോസ് എന്ന് പറയുന്നത്. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21, സെപ്റ്റംബർ 23 രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞത്? പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മി ലംബമായിട്ട് പതിക്കുന്ന ദിവസങ്ങളാണ് ഏതെന്ന് പറയുന്നത്? മാർച്ച് 21, സെപ്റ്റംബർ 23. ഏതൊക്കെ ഡേറ്റാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ദിവസം സൂര്യൻ്റെ രശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായിട്ട് പതിക്കുന്നുണ്ട്. ഈ ദിനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ, ഇക്വിനോസ് എന്ന് വിളിക്കുന്നത്. വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോസ് എന്ന് വിളിക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. എന്താണ് പ്രത്യേകത? സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായിട്ട് പതിക്കുന്ന ദിവസങ്ങളാണ് ഇത് രണ്ടും. ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? സമരാത്ര ദിനങ്ങൾ. പേര് തന്നെയുണ്ട്. രാത്രിയും പകലും തുല്യമായിരിക്കും. അതാണ്. മാർച്ച് 21 വസന്ത വിഷുവം എന്നും സെപ്റ്റംബർ 23 ശരത് വിഷുവം എന്നും അറിയപ്പെടുന്നു. വസന്ത വിഷുവം എന്നാണ് മാർച്ച് 21. മാർച്ച് 21 വസന്ത വിഷുവം അഥവാ സ്പ്രിംഗ് ഇക്വിനോസ് എന്ന് വിളിക്കുന്നു. വസന്ത വിഷുവം അഥവാ സ്പ്രിംഗ് ഇക്വിനോസ് എന്ന് വിളിക്കുന്നത് മാർച്ച് 21. അടുത്ത എന്താണ്? സെപ്റ്റംബർ 23 ശരത് വിഷുവം. ശരത് വിഷുവം അഥവാ ഓട്ടംനൽ ഇക്വിനോസ് എന്ന് വിളിക്കുന്ന ഏതാണ്? സെപ്റ്റംബർ 23. അപ്പോൾ മാർച്ച് 21 വസന്ത വിഷുവം അഥവാ സ്പ്രിംഗ് ഇക്വിനോസ്, സെപ്റ്റംബർ 23 ശരത് വിഷുവം അഥവാ ഓട്ടംനൽ ഇക്വിനോസ് എന്നും അറിയപ്പെടുന്നു. ഇനി എന്താണ്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞു ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യന്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവും അതുപോലെ തന്നെ പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ഭൂമിയുടെ ചരിവ് കാരണം അതുപോലെ തന്നെ അച്ചുതണ്ടിന്റെ ചരിവും അതുപോലെ തന്നെ പരിക്രമണവും കാരണം നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും സൂര്യന്റെ സ്ഥാനം മാറുന്നില്ല. ഭൂമിയുടെ ചരിവുകൊണ്ട് അല്ലെങ്കിൽ അച്ചുതണ്ടിന്റെ ചരിവുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അടുത്തതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വിഷു എന്താണെന്ന് പറഞ്ഞു. അടുത്തതാണ് ഗ്രീഷ്മ അയനാന്ത ദിനം അഥവാ സമ്മർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത്. ഗ്രീഷ്മ അയനാന്തം അഥവാ സമ്മർ സോളിസ്റ്റൈസ് എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു മാർച്ച് 23 സെപ്റ്റംബർ 23 സൂര്യന്റെ രശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായിട്ട് പതിക്കുന്നത്. അപ്പം ആ മാർച്ച് 21 ശേഷം
ജൂൺ 21 വരെയുള്ള കാലങ്ങളിൽ എന്താണ് സൂര്യൻ്റെ രശ്മി എങ്ങോട്ടായിരിക്കും? ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാറ്റം വടക്കോട്ടായിരിക്കും, അതായത് ഉത്തരായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ജൂൺ 21 എന്താണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അതായത് ജൂൺ 21 എന്നുള്ള ദിവസത്തിൽ സൂര്യരശ്മികൾ എവിടെയായിരിക്കും? ഉത്തരായന രേഖയ്ക്ക് ലംബമായിട്ടായിരിക്കും, ഉത്തരായന രേഖയ്ക്ക് നേരെയായിരിക്കും. അപ്പം എന്തായിരിക്കും ഉത്തരായന രേഖയിൽ എന്ത് സംഭവിക്കുന്നു? ദൈർഘ്യമേറിയ പകൽ, സൂര്യരശ്മികൾ കൂടുതൽ വന്ന് നേരിട്ട് പതിക്കണം. അപ്പം അവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ജൂൺ 21. ഈ ദിവസം ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് അറിയപ്പെടുന്നു, സമ്മർ സോൾസ്റ്റൈസ് എന്നറിയപ്പെടുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനം ഏത് ദിവസമാണ്? ജൂൺ 21. ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേരെ വന്ന് സൂര്യരശ്മികൾ പതിക്കുന്നു. അതിനെ നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നു. അടുത്തത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിൽ ആയതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങൾ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകൽ വെളിച്ചം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ജൂൺ 21 ശേഷം തിരിച്ച് ഭൂമധ്യരേഖയ്ക്ക് വരാൻ ഏത് ദിവസമായിരിക്കും തിരിച്ച് ഭൂമധ്യരേഖയിലേക്ക് വരുന്നത്? സെപ്റ്റംബറിലേ വരത്തുള്ളൂ. സെപ്റ്റംബർ 23 തിരിച്ച് നമ്മൾ പറഞ്ഞത് സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ ലംബമായിട്ട് പതിക്കണമെങ്കിൽ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 23 ഉള്ളൂ. അപ്പോൾ മാർച്ച് 21 തുടങ്ങി സൂര്യൻ നീങ്ങി ഉത്തരായന രേഖയിൽ എത്തുന്നു. ഏത് ദിവസം? ജൂൺ 21 ഉത്തരായന രേഖയിൽ എത്തുന്നു. പിന്നീട് ഉത്തരായന രേഖയിൽ നിന്ന് തിരിച്ച് സെപ്റ്റംബർ 23 ആകുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ വന്ന് പതിക്കും, ഭൂമധ്യ രേഖയിൽ തന്നെ പതിക്കും. അപ്പോൾ ഈ 6 മാസം ഉണ്ടല്ലോ, മാർച്ച് ടു സെപ്റ്റംബർ, ഈ 6 മാസക്കാലം എന്ന് പറയുന്നത് സൂര്യൻ എവിടെ കിടന്ന് കറങ്ങുമായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ തന്നെയായിരിക്കും കിടന്ന് കറങ്ങുന്നത്. അപ്പം ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ എന്തായിരിക്കും? 6 മാസക്കാലം തുടർച്ചയായിട്ട് പകൽ വെളിച്ചം ഉണ്ടായിരിക്കും. സൂര്യൻ അവിടെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? തുടർച്ചയായിട്ട് പകൽ വെളിച്ചം ഉണ്ടായിരിക്കും. അടുത്തതാണ് സൂര്യൻ്റെ ചലനങ്ങൾ. ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് സൂര്യനും 2 ചലനങ്ങളുണ്ട്. അപ്പോൾ ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് സൂര്യനും എന്ത് തരം 2 ചലനങ്ങളുണ്ട്? അതാണ് ഭ്രമണവും പരിക്രമണവും. അപ്പോൾ സൂര്യനും ഉണ്ട് ഭ്രമണവും പരിക്രമണവും. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. അപ്പോൾ സൂര്യൻ്റെ അച്ചുതണ്ടിൽ ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 27 ദിവസം എടുക്കും. സൂര്യന് അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 27 ദിവസം എടുക്കും. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥ നക്ഷത്ര വ്യൂഹമായ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. എന്നാൽ സൂര്യന്റെ പരിക്രമണം എന്തിനെയാണ് പരിക്രമണം ചെയ്യുന്നത്? അതായത് സൗരയൂഥത്തിന്റെ നക്ഷത്ര വ്യൂഹമായ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യാൻ സൂര്യൻ എത്ര വർഷം എടുക്കും? 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ വരെ എടുക്കും. എന്നാൽ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ എത്ര ദിവസം മതി? 27 ദിവസങ്ങൾ മതി. ഇനി അടുത്തത് ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ അഥവാ ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പം ഇത് പഴയ പുസ്തകത്തിലില്ലായിരുന്നു തോന്നുന്നു, പക്ഷെ പുതിയ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിത് ബോക്സിൽ കൊടുത്തിരിക്കുന്നുണ്ട് തന്നെ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21 ആകുമ്പം അക്ഷാംശ രേഖകളിൽ അനുഭവപ്പെടുന്ന പകലിന്റെ ദൈർഘ്യമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് നോക്കാം 0 ഡിഗ്രിയിൽ എത്രയായിരിക്കും? 12 മണിക്കൂറായിരിക്കും പകലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു തുല്യ രാത്രിയും തുല്യ പകലുമാണെന്ന് പറഞ്ഞു. അപ്പോൾ 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയുമായിരിക്കും. 0 ഡിഗ്രി ഭൂമധ്യ രേഖയിൽ എത്തുമ്പോൾ സൂര്യൻ്റെ രശ്മികൾ ഭൂമധ്യ രേഖയിൽ അഥവാ 0 ഡിഗ്രിയിൽ എത്തുമ്പോൾ പകൽ എത്ര മണിക്കൂറുണ്ട്? 12 മണിക്കൂറുണ്ട്. അടുത്തതാണ് നമുക്ക് ആദ്യം വടക്കോട്ട് നോക്കാം. 23.5 ഡിഗ്രി വടക്ക്. അപ്പോൾ എത്രയാണ് പകലിൻ്റെ ദൈർഘ്യം? 13 മണിക്കൂർ 27 മിനിറ്റ്. 12 എന്നുള്ളത് എത്രയായി? 13 മണിക്കൂർ 27 മിനിറ്റ് ആയിട്ട് മാറി. ഇനി അടുത്ത 66 ഡിഗ്രി വടക്ക്. 66 ഡിഗ്രി വടക്കാകുമ്പോൾ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ എന്തായിരിക്കും പകലിൻ്റെ ദൈർഘ്യം? 24 മണിക്കൂറാണ്. അടുത്ത 90 ഡിഗ്രി വടക്കിലോട്ട് പോകുമ്പോഴോ അതും എത്രയാണ്? 24 മണിക്കൂർ. പകലിൻ്റെ ദൈർഘ്യം എത്രയായിരിക്കും? 24 മണിക്കൂറായിരിക്കും. ജൂൺ 21 ദിവസം. ഓക്കെ, അടുത്തത് നമ്മൾ തെക്കോട്ട് വരുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ 0 ഡിഗ്രിയിൽ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ പകലിലെ ദൈർഘ്യം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭൂമധ്യരേഖയിൽ 0 ഡിഗ്രിയിൽ 12 മണിക്കൂറാണെന്ന് പറഞ്ഞു. 23.5 ഡിഗ്രി വടക്കാകുമ്പോൾ അത് എത്രയായിട്ട് മാറി? 13 മണിക്കൂർ 27 മിനിറ്റ് ആയിട്ട് മാറി. ഇനി 66 ഡിഗ്രിക്കും 90 ഡിഗ്രിയിലും എന്തായിരിക്കും പകലിൻ്റെ ദൈർഘ്യം? 66 ഡിഗ്രിയിലും 90 ഡിഗ്രിയിലും പകലിൻ്റെ ദൈർഘ്യം എത്രയാണ്? 24 മണിക്കൂറാണ്. ഇനി അടുത്തത് നമ്മൾ തെക്കോട്ട് വരും. 23 ഡിഗ്രി തെക്കാണെങ്കിൽ അവിടെ എത്രയാണ് പകലിലെ ദൈർഘ്യം? ഇതിനെക്കാട്ടിലും കുറവായിരിക്കും. 10 മണിക്കൂർ 33 മിനിറ്റ് ഉള്ളു. കാരണം സൂര്യരശ്മികൾ കൂടുതലും ഉത്തരാർദ്ധഗോളത്തിലോട്ടാണ് പതിക്കുന്നത്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലോട്ട് വരുമ്പോൾ പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. അപ്പം ഇതിനെക്കാട്ടിലും കുറവാണെന്ന് ഓർത്തിരിക്കുക തെക്കിലോട്ട് വരുമ്പോൾ.
തെക്കിൽ എത്രയാണ് 23.5 ഡിഗ്രി തെക്കെന്ന് പറയുമ്പോൾ ഇച്ചിരി താഴെയുള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസമുള്ളൂ, 10 മണിക്കൂർ 33 മിനിറ്റ്. പക്ഷേ 66 ഡിഗ്രി തെക്കും 90 ഡിഗ്രി തെക്കിലോട്ട് വരുമ്പോഴോ അത് ശരിക്കും സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയാണ് ദക്ഷിണാർദ്ധഗോളം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, പകലിന് ദൈർഘ്യമില്ല, അവിടെ ദൈർഘ്യം എന്തിനായിരിക്കും, രാത്രിക്കായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രിക്കായിരിക്കും ദൈർഘ്യം കൂടുതൽ, ഇവിടെ 66 ഡിഗ്രി തെക്കിലും 90 ഡിഗ്രി തെക്കിലും ഒക്കെ. അപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്, നോക്കി വെച്ചിരിക്കുക. ഇനി അടുത്താണ് ശൈത്യ അയനാന്തം. ശൈത്യ അയനാന്തം അഥവാ വിന്റർ സോളിസ്റ്റൈസ് ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. അത് നമ്മൾ പറഞ്ഞു മാർച്ച് 21 ഉത്തരായന രേഖ ഭൂമധ്യരേഖ, അവിടുന്ന് ജൂൺ 21 ആകുമ്പോഴത്തേനും എവിടെ പോയി, ഉത്തരായന രേഖയിൽ പോയി. ജൂൺ 21 ശേഷം സെപ്റ്റംബർ 23 ആയപ്പോൾ സൂര്യൻ തിരിച്ച് എവിടെ തന്നെ വന്നു, ഭൂമധ്യരേഖയിൽ. ഇപ്പോൾ സെപ്റ്റംബർ 23 എന്ന് പറഞ്ഞ ദിവസം സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ്, ഭൂമധ്യരേഖയ്ക്ക് നേരെയാണ്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 22 ആകുമ്പോഴത്തേനും സൂര്യൻ നീങ്ങി എങ്ങോട്ട് വരികയാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിൽ വരികയാണ്. ഏത് ദിവസം, ഡിസംബർ 22. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും. അപ്പോൾ ഡിസംബർ 22 സൂര്യൻ എവിടെയാണ്, ദക്ഷിണായന രേഖയിലാണ്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. അപ്പം ഈ ദിനമാണ്, അതായത് ഡിസംബർ 22 എന്ന് പറയുന്ന ദിവസമാണ് ശൈത്യ അയനാന്ത ദിനം. ജൂൺ 21 ആയിരുന്നു ഗ്രീഷ്മ അയനാന്ത ദിനം. ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം അഥവാ വിന്റർ സോളിസ്റ്റൈസ് എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എവിടെയായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 23, അത് കഴിഞ്ഞിട്ട് ഡിസംബർ 22 അത് എവിടെ ചെല്ലുന്നു, ദക്ഷിണായന രേഖയിൽ എത്തുന്നു. പിന്നീട് ആ ഡിസംബർ 22 നിന്ന് പിന്നെ അത് എങ്ങോട്ട് തന്നെ പോവാണ്, തിരിച്ച് ഭൂമധ്യരേഖയിൽ ഏത് ദിവസം എത്തുകയാണ്, കറങ്ങി പഴയ മാർച്ച് 21 ഭൂമധ്യരേഖയിൽ എത്തുകയാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ മുതൽ മാർച്ച് 21 വരെയുള്ള കാലം, സെപ്റ്റംബർ 23 മുതൽ മാർച്ച് 21 വരെയുള്ള കാലം എന്ന് പറയുന്നത് സൂര്യൻ എവിടെയായിരിക്കും കിടന്ന് കറങ്ങുന്നത്, ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, ആ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, അത് ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും. കാരണം സൂര്യരശ്മികൾ എവിടെയായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും പതിക്കുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, രാത്രി കൂടുതലായിരിക്കും, ഇരുട്ടായിരിക്കും. ശൈത്യ അയനാന്ത ദിനത്തിൽ അഥവാ ഡിസംബർ 22 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിന്റെ ദൈർഘ്യം നോക്കാം. നമ്മൾ നേരത്തെ ഗ്രീഷ്മ അയനാന്തത്തിലെ അക്ഷാംശങ്ങൾക്കിടയിലെ പകലിന്റെ ദൈർഘ്യം നോക്കി, അതുപോലെ തന്നെയായിരിക്കും വ്യത്യാസം. ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലായിരുന്നെങ്കിൽ ഇവിടെ ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും പകലിന്റെ ദൈർഘ്യം കൂടുതൽ, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് 0 ഡിഗ്രി തന്നെ നോക്കാം. 0 ഡിഗ്രി അത് ഭൂമധ്യരേഖയിൽ എത്ര ആയിരിക്കും, 12 മണിക്കൂർ. തുല്യ രാത്രി തുല്യ പകൽ, 12 മണിക്കൂറായിരിക്കും പകൽ എന്ന് പറയുന്നത്. ഇനി എവിടോട്ടാണ്, നമുക്ക് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് നോക്കാം. 23.5 ഡിഗ്രി തെക്ക്. അപ്പോൾ എന്തായിരിക്കും, ഏത് ദിവസമാണ്, ശൈത്യ അയനാന്തമാണ്, ഡിസംബർ 22 സൂര്യൻ എവിടോട്ടാണ് കൂടുതൽ പതിക്കുന്നത്, ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അപ്പം 23 ഡിഗ്രി തെക്കെന്ന് പറയുമ്പം അവിടെ പകലിൻ്റെ ദൈർഘ്യം 13 മണിക്കൂർ 27 മിനിറ്റ്. 23 ഡിഗ്രി തെക്കിൽ എത്രയാണ്, 13 മണിക്കൂർ 27 മിനിറ്റ്. അടുത്തത് 66 ഡിഗ്രി തെക്ക്, അവിടെ എത്രയാണ് പകലിൻ്റെ ദൈർഘ്യം, 24 മണിക്കൂർ. അതുപോലെ 90 ഡിഗ്രി തെക്കിലും എത്രയാണ്, 24 മണിക്കൂർ. അപ്പോൾ 0 ഭൂമധ്യരേഖയിൽ എത്രയാണ്, 12 മണിക്കൂറാണ്. 23 ഡിഗ്രി തെക്കാകുമ്പം 13 മണിക്കൂർ 27 മിനിറ്റ്. ഇനി 66 ഡിഗ്രി തെക്കിലും 90 ഡിഗ്രി തെക്കിലും എത്രയാണ്, 24 മണിക്കൂറാണ് പകലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് താപ്പോട്ട് പറഞ്ഞു. ഇനി വടക്കോട്ട് ഉത്തരായന രേഖയിലോട്ട് പോവാണെങ്കിലോ 23.5 ഡിഗ്രി വടക്ക്, അവിടെ എത്രയായിരിക്കും, സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. അപ്പോൾ ഇതിനെക്കാട്ടി കുറഞ്ഞു വരും ഉത്തരാർദ്ധഗോളത്തിലോട്ട്. എത്രയാണ്, 10 മണിക്കൂർ 33 മിനിറ്റാണ് 23.5 ഡിഗ്രി വടക്ക്. എത്രയാണ്, 10 മണിക്കൂർ 33 മിനിറ്റ്. പിന്നെ 66 ഡിഗ്രി വടക്കാകുമ്പം പകലിൻ്റെ ദൈർഘ്യമേ ഇല്ല. 90 ഡിഗ്രി വടക്കാണെങ്കിൽ പകലിൻ്റെ ദൈർഘ്യമേ ഇല്ല, അവിടെ എന്തായിരിക്കും, രാത്രിയായിരിക്കും കൂടുതൽ. അപ്പം ഒരെണ്ണം പഠിച്ചു വെക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏതെന്ന് പറയുന്നത്. ഗ്രീഷ്മ അയനാന്തം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ശൈത്യ അയനാന്ത ദിനം. ഓക്കെ, ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം തമ്മിൽ മാറിപ്പോവാൻ നോക്കുക, തെക്കും വടക്കും നോക്കി പഠിക്കുക. ഓക്കെ, അടുത്തതാണ് ഉത്തരായനം ദക്ഷിണായനം. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന്, അതായത് ഡിസംബർ 22 ശേഷം ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായണമെന്നും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനം എന്ന് പറയുന്നു. അതായത് ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നത് ഡിസംബർ 22. അവിടെ നിന്നും ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി തെക്കാതെ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെയാണ് ഗ്രീഷ്മ അയനാന്ത അതിനെ എന്താണ് വിളിക്കുന്നത്, ഉത്തരായണം. അതായത് ഡിസംബർ 22 നിന്നും
ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനമാണ് എന്തെന്ന് പറയുന്നത്, ഉത്തരായണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതുപോലെ തന്നെ ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പോൾ എവിടെയാണ് സൂര്യൻ ഇരിക്കുന്നത്, ഉത്തരായന രേഖയിലാണ്. അപ്പോൾ ഉത്തരായന രേഖയിൽ നിന്ന് തിരിച്ച് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ദക്ഷിണായനം എന്നും പറയുന്നു. ഓക്കെ, ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലോട്ട് നീങ്ങുവാണെങ്കിൽ അതിനെ ദക്ഷിണായനം എന്നും, ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകണമെങ്കിൽ അതിനെ എന്ത് വിളിക്കും, ഉത്തരായണം എന്നും വിളിക്കുന്നു. ഓക്കെ, എങ്ങോട്ടാണോ പോകുന്നു അതിനെ അയണം എന്നും, അതിൻ്റെ കൂടെ അയണം എന്ന് ചേർക്കുക. ഓക്കെ, ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലോട്ട് പോയി, അപ്പോൾ ഉത്തരായന രേഖയിലോട്ടല്ലേ പോകുന്നത്, അതിനെ ഉത്തരായണം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായനത്തിലോട്ട് പോകണം. എങ്ങോട്ടാണ് പോകുന്നത്, ദക്ഷിണായന രേഖയിലോട്ടല്ലേ, അപ്പോൾ അതിനെ ദക്ഷിണായനം എന്നും പറയുന്നു. ഓക്കെ, ഇനി ഒരു ബോക്സ് കൊടുത്തിരിക്കുകയാണ്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യ രേഖയിലാണെന്ന് വെക്കുക. ഭൂമധ്യ രേഖയിലാവുന്ന സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യ രേഖയിലാകുന്ന 2 ദിവസങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്, മാർച്ച് 21 സെപ്റ്റംബർ 23. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ എന്താണ് ചേർക്കേണ്ടത്, മാർച്ച് 21. ഈ 2 ദിവസങ്ങളാണ്, മാർച്ച് 21 സെപ്റ്റംബർ 23. ഈ 2 ദിവസങ്ങളിലാണ് എന്ത് സംഭവിക്കുന്നത്, സൂര്യൻ ഭൂമധ്യ രേഖയ്ക്ക് നേരെ വരുന്നത്. അപ്പം മാർച്ച് 21 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, വസന്ത വിഷുവം എന്ന് വിളിക്കും, സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് വിളിക്കും. ഓക്കെ, സെപ്റ്റംബർ 23 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ശരത് വിഷുവം എന്ന് വിളിക്കും. അപ്പോൾ 2 തരം വിഷുവങ്ങളുണ്ട്, വസന്ത വിഷുവം, ശരത് വിഷുവം. മാർച്ച് 21 വസന്ത വിഷുവം, സെപ്റ്റംബർ 23 ശരത് വിഷുവം. ഇവിടെ എന്തായിരിക്കും, ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം രാത്രിയുടെ ദൈർഘ്യം തുല്യമായിരിക്കും. ഓക്കെ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും, പകലിൻ്റെ ദൈർഘ്യം രാത്രിയുടെ ദൈർഘ്യം എന്തായിരിക്കും, തുല്യമായിരിക്കും. കാരണം ഭൂമധ്യ രേഖയിലാണ്. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലും സൂര്യപ്രകാശം ഒരുപോലെ ആയിരിക്കും പതിക്കുന്നത്. അടുത്തത്, സൂര്യൻ എവിടെ വരുന്നു, ഉത്തരായന രേഖയിലേക്ക് വരുന്നു. ഉത്തരായന രേഖയിലേക്ക് വരുന്ന ദിവസം ഏതാണ്, നമ്മൾ പഠിച്ചായിരുന്നു, ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് നമ്മൾ പഠിച്ചായിരുന്നു, ജൂൺ 21. ആ ദിനത്തെ നമ്മൾ എന്ത് വിളിക്കും, ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യൻ്റെ സ്ഥാനം. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം എന്തായിരിക്കും, കൂടുതലായിരിക്കും, രാത്രിയുടെ ദൈർഘ്യം എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലോട്ട് വരുമ്പോഴോ, ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യപ്രകാശം എന്തെങ്കിലും കിട്ടുന്നുണ്ട്, കാരണം സൂര്യപ്രകാശം എല്ലാം ഉത്തരാർദ്ധഗോളത്തിലോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും. എന്തിൻ്റെ ദൈർഘ്യമായിരിക്കും കൂടുതൽ, രാത്രിയുടെ ദൈർഘ്യമായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടുതൽ. ഇനി അടുത്തതാണ് ദക്ഷിണായന രേഖ. ദക്ഷിണായന രേഖയിൽ സൂര്യൻ എത്തുന്ന ദിവസം ഏതാണ്, ഡിസംബർ 22. ഏത് ദിവസമാണ്, ഡിസംബർ 22. അതിനെ നമ്മൾ എന്തോ വിളിച്ചുകൊണ്ടിരുന്നത്, ഡിസംബർ 22 നമ്മൾ എന്തോ വിളിച്ചത്, ഗ്രീഷ്മ അയനാന്ത ദിനം. മറ്റതിൻ്റെ പേരെന്തായിരുന്നു, ശൈത്യ അയനാന്ത ദിനം അല്ലേ, ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22. അവിടെ പകലിൻ്റെ ദൈർഘ്യം അപ്പം സൂര്യൻ എവിടെയാണ്, ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ പകലുണ്ടോ, പകലില്ല, പകലിൻ്റെ ദൈർഘ്യം കുറവാണ്, രാത്രിയുടെ ദൈർഘ്യമായിരിക്കും കൂടുതൽ. ദക്ഷിണാർദ്ധഗോളത്തിലോട്ട് വരുമ്പം സൂര്യരശ്മികൾ കൂടുതൽ പതിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ പകലിൻ്റെ ദൈർഘ്യം അവിടെ ഏറ്റവും കൂടുതലായിരിക്കും, രാത്രിയുടെ ദൈർഘ്യം കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി, ബാക്കി അടുത്ത ക്ലാസ് നോക്കാം. ബൈ, താങ്ക് യു.